ഫ്രണ്ട്സ്, എല്ലാവർക്കും BYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിന്റെ 4th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. 31ാമത്തെ ചോദ്യം: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? കിറ്റ് ഇന്ത്യ സമരം. ആൻസർ ഓപ്ഷൻ എ, കിറ്റ് ഇന്ത്യ സമരം. 1942 കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാ? യൂസഫ് മെഹ്റലിയാണ്. കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് യൂസഫ് മെഹ്റലി. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ പത്രം ഹരിജൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസിന്റെയാണ് അല്ലെ. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യങ്ങൾ ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. ആദ്യമായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് 1938 ഹരിപുര സമ്മേളനത്തില്. എന്നാൽ തിരഞ്ഞെടുപ്പിലൂടെ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ പ്രസിഡന്റ് ആകുന്നത് എന്നാ? അത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. തിരഞ്ഞെടുപ്പിലൂടെ സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആയത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളാണ് ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ഏതൊക്കെ കമ്മീഷനുകളാണ്? ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. ആൻസർ ഓപ്ഷൻ ഡി, 1930 ഏപ്രിൽ 6. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നത് 1930 മാർച്ച് 12. 1930 മാർച്ച് 12 സബർമതിയിൽ നിന്നും ഗാന്ധിജി യാത്ര ആരംഭിക്കുന്നത്. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 30 ഏപ്രിൽ 5. 1930 ഏപ്രിൽ 5 അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയിൽ ഏതാണ്? യേർവാദ ജയിൽ. പൂനെയിലെ യേർവാദ ജയിലിലാണ് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓപ്ഷൻ സി. കുറച്ച് ഗാന്ധിമാരെ കൂടെ നമുക്ക് നോക്കാം അല്ലെ. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്ത. കെനിയൻ ഗാന്ധി ആരാണ്? ജോമോ കെനിയാത്ത. ശ്രീലങ്കൻ ഗാന്ധിയാണ് AT അരിയരത്ന. ശ്രീലങ്കൻ ഗാന്ധി ആരാണ്? AT അരിയരത്ന. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്റർ. ഡൽഹി ഗാന്ധിയാണ് നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ. ഡൽഹി ഗാന്ധി ആരാണ്? നെയ്യാറ്റിൻകര കൃഷ്ണൻ നായർ. വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യാ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ലാറി ബേക്കർ. ആധുനിക ഗാന്ധി ബാബ ആംദെ. ആധുനിക ഗാന്ധി ആരാണ്? ബാബ ആംദെ. അപ്പൊ അതിർത്തി ഗാന്ധി
ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 35-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ ആസഫ് അലിയെ. ഓപ്ഷൻ ഡി, അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 1942 ഓഗസ്റ്റ് 8-നാണ്. പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നൽകിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരെയാ? റാണി ഗേഡില്യുവിനെ. ആൻസർ ഓപ്ഷൻ എ, റാണി ഗേഡില്യുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗ വംശജരെ നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആര്? റാണി ഗേഡില്യു. ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗ വംശജരെ നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു റാണി ഗേഡില്യു. 37-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ആരാ? BR അംബേദ്കർ. ഓപ്ഷൻ ഡി, BR അംബേദ്കർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്ന ഭാരതീയനായിരുന്നു BR അംബേദ്കർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്ന ഭാരതീയനായിരുന്നു ആര്? BR അംബേദ്കർ. മഹർ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. മഹർ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 1924-ൽ അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. 1924-ൽ അംബേദ്കർ ആരംഭിച്ച സംഘടന ഏതാണ്? ബഹിഷ്കൃത ഹിതകാരിണി സഭ. അതുപോലെ 1936-ൽ ഇദ്ദേഹം ആരംഭിച്ച പാർട്ടിയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. 1936-ൽ BR അംബേദ്കർ ആരംഭിച്ച പാർട്ടി ഏതാണ്? ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഇദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാ? ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് BR അംബേദ്കർ ആര് വിശേഷിപ്പിക്കുന്നത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഏത് നിയമത്തിനെതിരെയാ? റൗലറ്റ് നിയമത്തിനെതിരെ. ഓപ്ഷൻ ബി, റൗലറ്റ് നിയമത്തിനെതിരെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാ? 1919 ഏപ്രിൽ 13-ന്. 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? ഹണ്ടർ കമ്മീഷൻ. 39-ാമത്തെ ക്വസ്റ്റ്യൻ, വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ. ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിൽ നെഹ്റു നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണേത്? വിധിയുമായുള്ള കൂടിക്കാഴ്ച. 40-ാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കൽ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കൽ ഒഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ്. ആരാണ്? ഉദ്ധം സിംഗ്. ഇദ്ദേഹം മൈക്കൽ ഒഡയറിനെ വധിച്ചത് 1940 മാർച്ച് 13-നാണ്. 1940 മാർച്ച് 13-നാണ് ഉദ്ധം സിംഗ് മൈക്കൽ ഒഡയറിനെ വധിച്ചത്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാ?
1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി അത് തിരിച്ചു നൽകിയവരായിരുന്നു ആരൊക്കെ? ഗാന്ധിജിയും സരോജിനി നായിഡുവും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയവരാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും. ഇതിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ആരായിരുന്നു? സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് അത് രവീന്ദ്രനാഥ ടാഗോർ. സർ പദവി തിരിച്ചു നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവായിരുന്നു ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏതാ? കാസർഗോഡ്. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പാർത്ഥിസുബ്ബനാണ്. യക്ഷഗാനത്തിന്റെ പിതാവ് ആരാണ്? പാർത്ഥിസുബ്ബൻ. ബയലാട്ടം, സംസാരിക്കുന്ന കഥകളി എന്നൊക്കെ അറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. എങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്? ബയലാട്ടം, സംസാരിക്കുന്ന കഥകളി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? യക്ഷഗാനം. യക്ഷഗാനത്തിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? യക്ഷഗാനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ടയും മദ്ദളവും. പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് അല്ലെ. ഏത് താലൂക്കിലാണ്? മണ്ണാർക്കാട് താലൂക്ക്. പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാ? സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് അത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണേത്? സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തതാരാണ്? രാജീവ് ഗാന്ധി. 1985. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിലായിട്ട്. ഏതൊക്കെ ജില്ലകളിലാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. 2002 വേമ്പനാട്ട് കായലിനെ എന്തു ചെയ്തു? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2002 വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. കൊച്ചി കായൽ, വീരൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും വീരൻപുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വേമ്പനാട്ട് കായലാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? പാമ്പാറാണ് അല്ലെ. കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറാണ്. ഏതൊക്കെയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ? കബനി, ഭവാനി, പാമ്പാർ. 3 നദികൾ അല്ലെ. കബനി, ഭവാനി, പാമ്പാർ. ഈ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാ? അത് കബനി. ഏറ്റവും ചെറുത് പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും ചെറുതാണ് ഏത്? പാമ്പാർ. പാമ്പാറിന്റെ ഉത്ഭവം എവിടുന്ന? ഇടുക്കി ജില്ലയില് ദേവികുളം താലൂക്കില് ബെൻമൂറിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. എവിടുന്നാണ്? ബെൻമൂറിൽ നിന്ന്. തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് പതിക്കുന്നത്. പാമ്പാർ എവിടെയാണ് പതിക്കുന്നത്? തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരി നദിയിൽ പതിക്കുന്നു. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പാമ്പാർ.
പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് എന്ത്? തലയാർ. 45-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ സി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ഏതാ? കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് 1976 വർഷം ഏതാണ്? 1976. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ് ഉൽപാദന ശേഷി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അത് കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 46-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക മൃഗം ആന, ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാ? കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശമാണ് നെയ്തല്. ഓപ്ഷൻ എ, നെയ്തൽ എന്താണ്? തീരപ്രദേശമാണ്. പുൽമേട് ഏതായിരുന്നു? പുൽമേട് മുല്ലൈ. പുൽമേട് ഏതായിരുന്നു? മുല്ലൈ. വരണ്ട പ്രദേശം പാലൈ. വരണ്ട പ്രദേശം ഏതായിരുന്നു? പാലൈ. മലയോരങ്ങളായിരുന്നു കുറിഞ്ചി. മലയോരങ്ങൾ ഏതാണ്? കുറിഞ്ചി. അതുപോലെ സമതല പ്രദേശമായിരുന്നു മരുതം. കൃഷിഭൂമികളും പുഴകളും ഒക്കെ നിറഞ്ഞ സമതല പ്രദേശമായിരുന്നു മരുതം. ഒന്നുകൂടെ പറയാം. തീരപ്രദേശം നെയ്തല്, പുൽമേട് മുല്ലൈ, വരണ്ട പ്രദേശം പാലൈ, മലയോരങ്ങൾ കുറിഞ്ചി, സമതല പ്രദേശം മരുതം. 48-ാമത്തെ ക്വസ്റ്റ്യൻ, കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? അട്ടപ്പാടി. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടു പോയതും ഇപ്പോൾ ഒഴുക്ക് വീണ്ടെടുത്തതുമായ അട്ടപ്പാടിയിലെ പുഴയാണ് ഏത്? കൊടുങ്ങരപ്പള്ളം പുഴ. 1/4 നൂറ്റാണ്ട് മുൻപ് വറ്റിവരണ്ടു പോയതും ഇപ്പോൾ ഒഴുക്ക് വീണ്ടെടുത്തതുമായ അട്ടപ്പാടിയിലെ പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ്. ഉത്ഭവം എവിടുന്നാണ്? തമിഴ്നാട് അതിർത്തിയിലുള്ള പെരുമാൾമുടിയിൽ നിന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് ഭവാനി നദിയിലാണ്. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകിച്ചേരുന്ന എവിടെയാണ്? ഭവാനി നദിയിലാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഓപ്ഷൻ സി, ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ്, രാജാ കേശവദാസിന്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണ് ഏത്? ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ്, രാജാ കേശവദാസിന്റെ പട്ടണം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായതും ആലപ്പുഴ ജില്ലയിലാണ്. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്, അതുപോലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായതും ആലപ്പുഴ ജില്ലയിലാണ്. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. പട്ടികവർഗ നിരക്കും ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ്, പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ്. പിന്നെയോ, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? ആലപ്പുഴ ബീച്ചാണ്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. ഓപ്ഷൻ എ,
OM നമ്പ്യാർ. 1986 ഇദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിക്കുന്നത്. PT ഉഷയുടെ കായിക പരിശീലനായിരുന്നു ആര്? OM നമ്പ്യാർ. 2021 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2021 എന്ത് ലഭിച്ചു? പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് 19 ഇദ്ദേഹം അന്തരിച്ചു. 2021 ഓഗസ്റ്റ് 19 OM നമ്പ്യാർ അന്തരിച്ചത്. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു അല്ലെ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഇദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതെന്നാ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ആലുവ സർവമത സമ്മേളനം നടന്നത് 1924. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയായിരുന്നു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? തിരുക്കുറൽ. ശ്രീനാരായണ ഗുരുവിന്റെ മറ്റ് പ്രധാന രചനകളാണ് ദൈവദശകം, ശിവശതകം, ദർശനമാല, ജാതി മീമാംസ, ജാതി ലക്ഷണം, നിർവൃതി പഞ്ചകം, നവമഞ്ജരി, അദ്വൈത ദീപിക, ചിദംബരാഷ്ടകം, അങ്ങനെ പോകുന്നു. ഏതൊക്കെയാണ്? ദൈവദശകം, ശിവശതകം, ദർശനമാല, ജാതി ലക്ഷണം, ജാതി മീമാംസ, നവമഞ്ജരി, അദ്വൈത ദീപിക, നിർവൃതി പഞ്ചകം, ചിദംബരാഷ്ടകം. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികള്. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നതാണ് വൈകുണ്ഠസ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആര്? വൈകുണ്ഠസ്വാമികള്. സമത്വ സമാജം സ്ഥാപിച്ചതും സമപന്തി ഭോജനം നടത്തിയതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. പിന്നെയോ സമത്വ സമാജം സ്ഥാപിച്ചു, സമപന്തി ഭോജനം നടത്തി. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിരുന്നു അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. 1917 വടകരയിലാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. സംഘടനയുടെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. 1917 വടകരയിലാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. പ്രധാന പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാർ. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഏത്? അഭിനവ കേരളം. മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ആരൊക്കെ? കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടി അമ്മ. വനിതാ വിഭാഗത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടി അമ്മ. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അഞ്ചുതെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയായിരുന്നു. ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. രാമകൃഷ്ണപിള്ള പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് വരുന്നത് 1906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രത്തിന്റെ എഡിറ്റർ ആകുന്ന എന്നാണ്? 1906.
1910 സെപ്റ്റംബർ 26-ന് പത്രം നിരോധിക്കപ്പെട്ടു. 1910 സെപ്റ്റംബർ 26-ന് സ്വദേശാഭിമാനി പത്രം നിരോധിക്കപ്പെട്ടു. 55-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരു. ഓപ്ഷൻ ഡി. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു. ബാല്യകാല നാമം എന്താണ്? കുമാരൻ. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ. 1909-ലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിക്കുന്നത് എന്നാണ് 1909. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരായിരുന്നു PRDSന്റെ ആസ്ഥാനം. PRDSന്റെ പ്രധാന വനിതാ പ്രവർത്തകയായിരുന്നു ജാനമ്മ. PRDSന്റെ പ്രധാന വനിതാ പ്രവർത്തകയാരാണ്? ജാനമ്മ. ജാനമ്മ പൊയ്കയിൽ യോഹന്നാന്റെ ഭാര്യയാണ്. ജാനമ്മ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. 1921-ലും 1931-ലും ഇദ്ദേഹം ശ്രീമൂലം പ്രജാസംഘമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതൊക്കെ വർഷങ്ങളിലാണ് ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1921-ലും 1931-ലും. ഇദ്ദേഹം നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടിരുന്ന എന്ത് പേരിലാണ്? പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടിരുന്നത് അടിലഹള എന്നായിരുന്നു. എങ്ങനെയാണ്? അടിലഹള. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് 55 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.